മലപ്പുറം മുൻ SP സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പീഡന പരാതിയിൽ കേസെടുക്കണമെന്ന പൊന്നാനിയിലെ വീട്ടമ്മയുടെ ഹർജിയിൽ പരാതിക്കാരിയോടും സർക്കാരിനോടും ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. ആസൂത്രിത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത തകർക്കുവാൻ വ്യാജ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ടെന്ന് ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്ത, മൻമോഹൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു. 2022 പരാതിയിൽ എന്തുകൊണ്ടാണ് കേസെടുക്കുവാൻ വൈകിയതെന്ന് സർക്കാരിനോടും കോടതി ചോദിച്ചു. ഹർജിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. ആരോപണ വിധേയരായ മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കാണ് നോട്ടീസ്. പരാതിയിൽ കേസെടുക്കുവാനുള്ള മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെയാണ് വീട്ടമ്മ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസെടുക്കുവാൻ ഉത്തരവിടുന്നതിനു മുമ്പ് മജിസ്ട്രേറ്റിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗമോ പോലീസ് റിപ്പോർട്ടോ പരിഗണിക്കേണ്ടതില്ലെന്ന് വീട്ടമ്മയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ R. ബസന്ത് വാദിച്ചു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പരാതികൾ ഉയർന്നു വരാറുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ചില കുറ്റവാളികൾ അവർക്കെതിരായ പരാതികളിൽ അന്വേഷണം വഴിതെറ്റിക്കുവാൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. 2022 സംഭവത്തിൽ പരാതി നൽകുവാൻ കാലതാമസം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നും സുപ്രീം കോടതി ഉന്നയിച്ചു. എന്നാൽ മജിസ്ട്രേറ്റ് കേസെടുക്കുവാൻ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ആരോപണ വിധേയരായ പോലീസുകാരുടെ ഭാഗവും പോലീസ് റിപ്പോർട്ടും പരിഗണിക്കണമെന്ന് BNSന്റെ 175 ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി വാദിച്ചു. അതേസമയം സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ SP സുജിത് ദാസിനെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ SP ആയി നിയമിച്ചിരുന്നു. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ഫോണിലൂടെ വിമർശിച്ചതിന് സസ്പെൻഷനിലായ അദ്ദേഹത്തെ അന്വേഷണം തീരും മുൻപാണ് തിരിച്ചെടുത്തത്.